ഇനി നമ്മൾ മാവേലിക്കരയിലേക്ക് പോകുന്നു. മനീഷ് മഹിപാൽ തയ്യാറായി നിൽപ്പുണ്ട്. അവിടെ മനീഷ്, ഗുഡ് മോർണിംഗ്. മാവേലിക്കരയുടെ മന്നൻ ആരാകും ഇത്തവണ എന്നതാണ് ആ വലിയ ചോദ്യം. കൊടിക്കുന്ന് സുരേഷിനെ തറപറ്റിച്ച് അവിടെ ഒരു പുതുരക്തം വരും, പുതിയ എന്നൊരു 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 കാഴ്ചപ്പാടുണ്ട് LDF ക്യാമ്പിന്. അങ്ങനെ രണ്ടു കൂട്ടരും അവകാശവാദങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു മാവേലിക്കരയിൽ. അപ്പോൾ എന്താണ് ഒടുവിലത്തെ മത്സര ചിത്രം? അപ്പം NDA ക്യാമ്പ് എത്രമാത്രം വോട്ടുകൾ സമാഹരിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട് അവിടെ? പ്രജിൻ, അവസാനവട്ട ഓട്ടത്തിലാണ് മൂന്ന് മുന്നണികൾ. എന്താണെങ്കിലും ഇന്ന് രാവിലെ പത്തനാപുരത്ത് നിന്നും രണ്ട് സ്ഥാനാർത്ഥികളും, അതായത് NDAയുടെ സ്ഥാനാർത്ഥി ബൈജു കലാശാലയും UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷും രാവിലെ 6 മണി മുതൽ തന്നെ പത്തനാപുരത്ത് നിന്നും റോഡ് ഷോ തുടങ്ങിയിട്ടുണ്ട്. ആദികാട്ടുകുളങ്ങരയിൽ നിന്നാണ് LDF സ്ഥാനാർത്ഥി CA അരുൺകുമാറിന്റെ റോഡ് ഷോ തുടങ്ങുന്നത്. അങ്ങനെ 6 മണിക്ക് മുൻപ് വരെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുക. ഏകദേശം 13.5 ലക്ഷത്തോളം വോട്ടർമാരുള്ളൊരു മണ്ഡലമാണ്. സംസ്ഥാനത്ത് തന്നെ 20 മണ്ഡലങ്ങളിൽ വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലമാണ്. അതായത് കൊല്ലത്ത് നോക്കുകയാണെങ്കിൽ കശുവണ്ടി തൊഴിലാളികളും, ആലപ്പുഴയിലെ കയർ തൊഴിലാളികളും, കോട്ടയത്തെ റബ്ബർ കർഷകരടക്കമുള്ളവർ ഉള്ള വ്യത്യസ്ത ടെറൈനുള്ള വോട്ടർമാർക്ക് തന്നെ വ്യത്യസ്തതയുള്ള, അങ്ങനെ സാമുദായിക അടിയൊഴുക്കുള്ള അത്തരത്തിൽ വളരെ വ്യത്യസ്തമായ മണ്ഡലമാണ്. 3 ജില്ലകൾ, പ്രത്യേകിച്ചും ആലപ്പുഴയിലെ കുട്ടനാട് അടക്കമുള്ള സ്ഥലങ്ങളുണ്ട്, കൊല്ലത്ത്, ഒപ്പം തന്നെ ചങ്ങനാശ്ശേരി ഉണ്ട്. അങ്ങനെ വ്യത്യസ്തതയാണ് ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മണ്ഡലത്തിൻ്റെ ചരിത്രം തന്നെ നേരത്തെ രമേശ് ചെന്നിത്തല തറപറ്റിച്ച് CPMന്റെ CS സുജാത മാവേലിക്കര മണ്ഡലം പിടിച്ചെടുത്തൊരു ചരിത്രം മാവേലിക്കര മണ്ഡലത്തിനുണ്ട്. അതേ ചരിത്രം ആവർത്തിക്കുമോ എന്നാണ് വോട്ടർമാർ, അല്ലെങ്കിൽ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് മണ്ഡലത്തെ ഉറ്റുനോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. 24 സർവേയിൽ അടക്കം അട്ടിമറി വിജയം പ്രവചിച്ച ഒരു മണ്ഡലമാണ്. പുതുമുഖം CPI LDF സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കൊണ്ടുവന്ന CA അരുൺകുമാർ എന്ന പുതിയ മുഖത്തെ അവതരിപ്പിച്ചതോടുകൂടി തന്നെ വലിയ അട്ടിമറി വിജയത്തിനുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ടെങ്കിൽ കൂടി നിസ്സാരക്കാരനല്ല അവിടുത്തെ 3 തവണ ജയിച്ചു വന്ന കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 45,000-ഓളമായിരുന്നു. മണ്ഡലത്തിൽ സുപരിചിതനായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. മണ്ഡലത്തിൽ എവിടെയും ഏത് കോർണർ യോഗങ്ങളിൽ അടക്കം പങ്കെടുക്കുന്ന ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കുക ഭഗീരഥ പ്രയത്നമാണ്. പക്ഷേ ഒരു ത്രികോണ മത്സരം അവിടെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ NDA നടത്തിയിരുന്നു. ബൈജു കലാശാല എന്ന മുൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി, അതായത് 2014 അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച 2016 കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച ഒരാളെ തന്നെ വീണ്ടും അങ്ങോട്ടേക്ക് NDA സ്ഥാനാർത്ഥിയെ വരുന്നു, BDJ സ്ഥാനാർത്ഥിയെ വരുന്നു. പക്ഷേ ഒരു ത്രികോണ മത്സരത്തിൻ്റെ നിലയിലേക്ക് പൂർണ്ണ തോതിൽ NDAക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിലും വലിയ പോരാട്ടമുണ്ട്. ഈ അരുൺകുമാർ എന്ന തുറുപ്പ് ചീട്ടാണ് മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വികസന പ്രശ്നങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടനാടിൻ്റെ പാക്കേജ് അടക്കം നടപ്പിലാക്കാത്ത കാര്യം, കുട്ടനാടിലെ ബേസിക് ആയിട്ടുള്ള വികസനങ്ങൾ, ഒപ്പം തന്നെ ശബരിമലയുടെ ഇടത്താവളമായിട്ടുള്ള ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനമില്ലായ്മയൊക്കെ തന്നെ ഇരു മുന്നണികളും, അതായത് NDAയും ഒപ്പം തന്നെ LDFും ഉയർത്തിക്കാട്ടുന്നുണ്ട്. പക്ഷേ അതിന് കേന്ദ്ര സർക്കാരുടെ സഹായമില്ലാത്തതാണ് മാവേലിക്കരയുടെ വികസനത്തിന് മുരടിപ്പുണ്ടായതിലുള്ളൊരു വാദമാണ് കൊടിക്കുന്നിൽ സുരേഷ് ഉന്നയിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ്. 5 മണിക്ക് ഈ റോഡ് ഷോ എല്ലാം അവസാനിക്കുന്നത് ചെങ്ങന്നൂരിലാണ്. 5 മണിക്ക് എത്തി 6 മണി വരെ ചെങ്ങന്നൂരിലായിരിക്കും 3 മുന്നണികളുടെയും കലാശക്കൊട്ട്. ശരി, അതാണ് മാവേലിക്കരയിലെ ചിത്രം. കലാശക്കൊട്ടിന് ഒരുങ്ങിയിരിക്കുന്നു 3 മുന്നണികളും എന്നാണ് മനീഷ് മഹിപാൽ അവിടെ നൽകിയ ഏറ്റവും പുതിയ വിവരങ്ങൾ.